ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SNR ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ വണ്ടിയുടെ മാരുതി 800 രണ്ട് ബെൽറ്റുകളാണ്. അതായത് ഒന്ന് AC ബെൽറ്റും ഒന്ന് വാട്ടർ പമ്പ് ബെൽറ്റും. വാട്ടർ പമ്പ് ബെൽറ്റ് AC ബെൽറ്റ് രണ്ടും വ്യത്യാസമുണ്ട്. വലുപ്പത്തിലായാലും അതിൻ്റെ ഇത് ഇന്നർ പോർഷനിലായാലും ഇത് കണ്ട, ഇതിൻ്റെ ഇന്നർ പോർഷൻ ഇരിക്കണണ്ട, ഇത് AC ബെൽറ്റിൻ്റെ, ഇത് വാട്ടർ പമ്പ് ബെൽറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില കണ്ട, ഒറിജിനലിൻ്റെ വില കണ്ട, ഇത് നിലവിൽ കാണിക്കാൻ പോണത് വാട്ടർ പമ്പ് ബെൽറ്റ്, ഇത് AC ബെൽറ്റ്. ഇതിൻ്റെയൊക്കെ വില കണ്ടില്ലേ, 98, 93. ഒറിജിനലിൻ്റെ വിലയാണ് ഈ കാണിച്ചു തരുന്നത്. ഒറിജിനൽ സായി സർവീസിൻ്റെ മാരുതി ജെന്യൂൻ പാർട്സിൻ്റെ വിലയാണ് ഈ കാണിച്ചു തരുന്നത്. കടയിൽ പോയിട്ട് ബെൽറ്റ് മേടിക്കുമ്പോൾ ജെന്യൂൻ പാർട്സിൻ്റെ വില ഇതാണ്. അപ്പോൾ ലോക്കൽ സാധനങ്ങൾ കടകളിൽ മേടിക്കുമ്പോൾ എത്ര രൂപയാണ് ആവണേന്ന് താരതമ്യം ചെയ്തോളെ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വണ്ടിയുടെ AC ബെൽറ്റും വാട്ടർ പമ്പ് ബെൽറ്റും മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബോണറ്റ് തുറക്കാം. തുറന്നതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ വീഡിയോ ഒരുമിച്ച് പോകേണ്ടത് കാരണം ഞാൻ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനറലായിട്ട് പറയും, എന്നിട്ട് അത് അഴിക്കണത് ഞാൻ സൈഡിൽ നിന്നാണ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന സാധനങ്ങൾ കണ്ടോ. ഏറ്റവും ആദ്യം ഒരു വണ്ടിയുടെ AC ബെൽറ്റ് മാറണമെങ്കിൽ പോലും AC ബെൽറ്റ് മാറണമെങ്കിൽ എപ്പോഴും വാട്ടർ പമ്പ് ബെൽറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആൾട്ടർനേറ്റർ ബെൽറ്റ് ലൂസ് ചെയ്ത് അങ്ങോട്ട് അഴിച്ചെടുത്താലേ മാറാൻ പറ്റുള്ളൂ. കാരണം AC ബെൽറ്റ് ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയണത് കണ്ടോ, ഉള്ളിൽ വരണത് AC ബെൽറ്റ്, പുറത്തത്ത് വരണത് വാട്ടർ പമ്പ് ബെൽറ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ബെൽറ്റ്, ഇതാണ്. അപ്പോൾ എപ്പോഴും AC ബെൽറ്റ് മാറുമ്പോൾ ആൾട്ടർനേറ്റർ ബെൽറ്റ് അഴിക്കേണ്ട മാർക്കില്ല. ഇനി ആൾട്ടർനേറ്റർ ബെൽറ്റ് എങ്ങനെ അഴിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ആൾട്ടർനേറ്ററിന് കണ്ട ഒരു ബോൾട്ട്, ഈ ബോൾട്ട് ലൂസാക്കും. അത് ഞാൻ നിങ്ങൾക്ക് പ്രൊസീജിയർ കാണിച്ചു തരാം. ആ ബോൾട്ട് ലൂസാക്കി ആൾട്ടർനേറ്റർ അങ്ങോട്ട് തള്ളി കഴിഞ്ഞാൽ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഊരിയെടുക്കാനും കിട്ടും. ACയും ഒരു ബോൾട്ട് ഞാൻ കാണിച്ചു തരാം. AC പമ്പ് ഇതേ ഇരിക്കുന്ന ബോൾട്ട് കണ്ടോ, ഇത് തൊട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഈ ബോൾട്ട് തൊടണം. ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ഈ പമ്പ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ACയുടെ കംപ്രസർ ഇങ്ങോട്ട് നീങ്ങും. എന്താ വെച്ചാൽ ഇങ്ങനെ കാണിച്ചു തരണം. എന്താ വെച്ചാൽ ഇനി ഞാൻ കുറച്ച് നീങ്ങിയിട്ട് ക്യാമറ വെച്ചിട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ കാണുന്ന യാതൊരുവിധ നിർബന്ധമില്ല. അപ്പോൾ ഓക്കെ, ഗൈസ്, നമ്മൾ പ്രൊസീജിയറിലേക്ക് കിടക്കാണ്. ഈ വണ്ടിയുടെ ബമ്പർ ഊരി വെച്ച കാരണം നിങ്ങൾക്ക് ഇത് കാണാൻ വളരെ എളുപ്പമാവും. അപ്പോൾ നമ്മൾ പ്രൊസീജിയറിലേക്ക് കിടക്കാണ്. അപ്പോൾ ഞാൻ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ലൂസ് ചെയ്യാൻ പോവാണ്. ഇതുകൂടെ കൈയിട്ടിട്ട്, സാധാരണ ബമ്പർ ഊരേണ്ട ആവശ്യമില്ല, ഇതുകൂടെ കൈയിട്ടിട്ട് ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു കൈ ഇങ്ങോട്ട് കടത്തുക, മറ്റേ കൈ ഇത് കൂടെ മുകളിൽ കൂടെ പിടിച്ചിട്ട് ആൾട്ടർനേറ്റർ ബെൽറ്റ് ലൂസ് ചെയ്യാം. ആൾട്ടർനേറ്റർ ബെൽറ്റ് ഫ്രണ്ടിലോട്ട് ലൂസ് ചെയ്യാം. ഞാൻ ബോൾട്ട് എങ്ങനെ ലൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് ലൂസ് ചെയ്യുക, ഫുള്ള് അഴിച്ചെടുക്കണ്ട, കുറച്ച് ലൂസ് ചെയ്താൽ മതി. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ബെൽറ്റമ്പ് പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കാം. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ബെൽറ്റമ്പ് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി ലൂസ് ചെയ്യാം. കാരണം നമുക്ക് ബെൽറ്റമ്പ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈസി ആവാനായിട്ടാണ് അത് കുറച്ചുകൂടി ലൂസ് ചെയ്യാൻ പറയണത്. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ലൂസ് ചെയ്തതിന് ശേഷം ഈ ബെൽറ്റിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ ആൾട്ടറിൻ്റെ അടിയിൽ പിടിച്ചിട്ട് മുകളിലേക്ക് തള്ളുക. ആൾട്ടറിൻ്റെ അടിയിൽ പിടിക്കാൻ ഇപ്പോൾ പറ്റും, അല്ലാത്ത സമയത്ത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലൂടെ ബമ്പറുണ്ട്, ആ ബമ്പറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബെൽറ്റുമ്പോൾ പിടിച്ചിട്ട് തന്നെ മുകളിലേക്ക് വലിക്കാം. ബെൽറ്റുമ്പോൾ പിടിച്ചിട്ട് മുകളിലേക്ക് വലിച്ചു. അപ്പോൾ ആൾട്ടറിൻ്റെ ബെൽറ്റ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടെ ഊരിയെടുക്കാം. കുറച്ചും കൂടി പിടിച്ച് വലിക്കുക, കാരണം പുതിയ ബെൽറ്റ് നല്ല ടൈറ്റ് ആവും, അപ്പോൾ ഇടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ സാധനം ലൂസാക്കിയിട്ട് അതുകൂടെ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് നമുക്ക് ഈ സൈഡ് കൂടെ തന്നെ അഴിച്ചെടുക്കാം. അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അഴിച്ചെടുത്തു. ഇനി അടുത്തത് AC ബെൽറ്റ്. ഇനി AC ബെൽറ്റ് എങ്ങനെയാണ് അഴിക്കാൻ ചെയ്യുക? ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബോൾട്ടില്ലേ, ആ ബോൾട്ടിലേക്ക് സ്പാനർ ഇടുക, ലൂസ് ചെയ്യുക.
എ സി ബെൽറ്റ് ഞാൻ പറഞ്ഞ സ്ഥലം സ്പാനോട്ട് ലൂസ് ചെയ്തപ്പോഴത്തേക്ക് എ സി ബെൽറ്റ് എൻ്റെ കംപ്രസർ ലൂസായിട്ട് ആ കംപ്രസറിൽ പിടിച്ചിട്ട് ലോഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് പുറകിലേക്ക് തള്ളുക. അപ്പോൾ പുറകിലേക്ക് തള്ളുക. അതിന് ശേഷം എ സി ബെൽറ്റ് ലൂസാവുമ്പോൾ എന്നിട്ട് എ സി ബെൽറ്റ് നമ്മൾ പരമാവധി ലൂസാക്കാൻ നോക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഇടാൻ പോണത് ഒരു പുതിയ ബെൽറ്റാണ്. അപ്പോൾ പുതിയ ബെൽറ്റ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും ടൈറ്റ് കുറച്ച് കൂടും. അപ്പോൾ പരമാവധി കംപ്രസർ അവിടെ കൈകൊണ്ട് ലോഡ് ചെയ്ത് ബാക്കിലേക്ക് നിൽക്കുക. അതിന് ശേഷം എ സി ബെൽറ്റ് അഴിച്ചെടുക്കുക. എ സി ബെൽറ്റ് അതുകൂടെ തന്നെ പതുക്കെ അഴിച്ചെടുക്കുക. എ സി ബെൽറ്റ് അഴിച്ച് സൈഡുകൂടെ അഴിച്ച് നമുക്ക് എടുക്കാൻ കിട്ടും. അത് ഞാനിത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബമ്പറിൻ്റെ ഇടയിൽ കൂടെ കൈയിടാനുള്ള ഉദ്ദേശമില്ല. കാരണം ബമ്പർ ഊരില്ല ഒരിക്കലും. അപ്പോൾ അത് വെച്ചു എ സി ബെൽറ്റ് അഴിച്ചെടുത്തു. അപ്പോൾ എ സി ബെൽറ്റ് അഴിച്ചിട്ട് മാറ്റി വെച്ചു. ഇനി ഏറ്റവും ആദ്യം നമ്മൾ എ സി ബെൽറ്റ് തന്നെയാണ് ഫിറ്റ് ചെയ്യാൻ പോണത്. ഇതേ പുതിയ എ സി ബെൽറ്റ് എടുത്തു. എ സി ബെൽറ്റും ആൾട്ടർനേറ്റർ ബെൽറ്റും തിരിച്ചറിയാൻ വീണ്ടും പാക്കറ്റ് പൊട്ടി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവേണ്ട രീതി എന്ന് പറഞ്ഞാൽ എ സി ബെൽറ്റിന് ഉള്ളിൽ ഈ കട്ടിങ്സ് ഉണ്ടാവില്ലേ? കട്ടിങ്സ് ഉണ്ടാ എ സി ബെൽറ്റിന് ഒരിക്കലും കട്ടിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എ സി ബെൽറ്റ്. അപ്പോൾ എ സി ബെൽറ്റ് എടുത്തു. എ സി ബെൽറ്റ് എടുത്തിട്ട് നമ്മൾ സൈഡ് കൂടെ എ സിയുടെ കംപ്രസറിൻ്റെ സൈഡ് കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ആദ്യം പുള്ളിയിലേക്ക് കയറ്റാൻ നോക്കി. ഈ സൈഡ് കൂടെ കൈയിട്ടിട്ട് ഈ വാട്ടർ പമ്പിൻ്റെ ഇടയിൽ കൂടെ വേണം എ സി ബെൽറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കിടത്താനായിട്ട്. അപ്പം അതൊക്കെ കൈയിട്ടിട്ട് നമ്മളിതിപ്പോൾ ഈ ബമ്പർ ഊരി വെച്ചാൽ കേട്ടോ. അതെല്ലാം വെച്ചാൽ ഉള്ളിൽ കയറി അടിയിൽ കയറിയിട്ട് സൈഡ് കൂടെ കൈയിട്ടിട്ട് വേണം കടത്താനായിട്ട്. അപ്പോൾ അടിയിൽ നിന്ന് കയറിയിട്ട് സൈഡ് കൂടെ കൈയിട്ടിട്ട് കടത്തുക. എ സി ബെൽറ്റ് അതിന് ശേഷം എ സി കംപ്രസർ കുറച്ചുകൂടി തള്ളി ഉള്ളിലേക്ക് പോരണം. കാരണം ബെൽറ്റ് പുതിയതാണല്ലോ, അതാണ് പ്രശ്നം. പഴയ ബെൽറ്റ് ഇടുന്നത് ലൂസായ കാരണം സിമ്പിളായിട്ട് പോകുന്നു. പുതിയ ബെൽറ്റ് ഇത് ലൂസല്ലല്ലോ, അത് കാരണം അത്ര സിമ്പിളായിട്ട് അങ്ങോട്ട് പോരില്ല, സിമ്പിളായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ കംപ്രസർ ഒന്നുകൂടി തള്ളിയതിന് ശേഷം പതുക്കെ എ സി ബെൽറ്റ് വലിച്ചിടുക. അപ്പോൾ നമ്മളിത് എ സി ബെൽറ്റ് വണ്ടിമേ ആദ്യം എ സി ബെൽറ്റ് ഇട്ടു. എ സി ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തരാം ഈ എ സി ബെൽറ്റ്. അപ്പോൾ നമ്മളിത് വണ്ടിമേ എ സി ബെൽറ്റ് ഇട്ടു. എ സി ബെൽറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് എ സി ബെൽറ്റ് ഒന്ന് ടെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ടെൻഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, എ സി കംപ്രസറിൻ്റെ ഇടയിലേക്കും എഞ്ചിൻ ബോഡിയുടെ ഇടയിലേക്കും കടത്തുക. അത് കഴിഞ്ഞിട്ട് ആ സ്ക്രൂ ഡ്രൈവറുമ്പോൾ ലോഡ് ചെയ്യുക, അങ്ങോട്ട് ലോഡ് ചെയ്യുക. അങ്ങനെ ലോഡ് ചെയ്യുക, പരമാവധി അങ്ങോട്ട് തള്ളുക ഈ എഞ്ചിൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് എ സിയുടെ ബെൽറ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് എ സിയുടെ ബെൽറ്റ് പോയിട്ട് തൊട്ടിട്ട് അത് ലൂസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് തമ്പുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം. ആ തമ്പുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ലൂസും കാര്യങ്ങളൊന്നും ഇല്ല, ടൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് എ സി ബെൽറ്റിൻ്റെ എ സിയുടെ പുള്ളിയുടെ ബോൾട്ടില്ലേ, ആ 12ൻ്റെ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എ സി ബെൽറ്റ് പിടിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് സൈഡ് കൂടെ ഇറക്കിയിട്ട് ആൾട്ടർനേറ്ററിൻ്റെ ഈ സൈഡ് കൂടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ എഞ്ചിൻ പുള്ളിയും ഇട്ടു, വാട്ടർ പമ്പും ഇട്ടു. അതിന് ശേഷം നമ്മുടെ ആൾട്ടർനേറ്ററിലേക്ക് കടത്തിയിടുക. എഞ്ചിൻ പുള്ളിയുമേ അതുപോലെ ആൾട്ടർനേറ്റർ ബെൽറ്റ് അതുപോലെ തന്നെ എടുത്തിട്ട് എൻജിൻ പുള്ളി അതുപോലെ വാട്ടർ പമ്പ് അതുപോലെ തന്നെ ആൾട്ടർനേറ്ററിലേക്കും കടത്തിയിടുക. അതിന് ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആൾട്ടർനേറ്ററിൻ്റെ സൈഡ് കൂടെ ഇറക്കുക. എന്നിട്ട് ആൾട്ടർനേറ്ററിൽ ലോഡ് ചെയ്യുക. അങ്ങനെ ലോഡ് ചെയ്യുക. ആ ലോഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അതിന് പരമാവധി ടൈറ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഈ സൈഡ് കൂടെ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റിൻ്റെ ടൈറ്റ്നെസ് നോക്കുക. നോക്കുമ്പോൾ ഇപ്പോൾ കണ്ട ടൈറ്റ്നെസ് നോക്കുമ്പോൾ ഇപ്പോൾ കിടന്നിട്ട് ആടി കളിക്കണണ്ട. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ അർത്ഥം, ആൾട്ടർനേറ്റർ ബെൽറ്റ് ടൈറ്റ് അല്ല. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു കമ്പി എടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു ലിവറേജ് എടുത്തിട്ട് എഞ്ചിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും ഇടയിലിട്ടു. എന്നിട്ട് ആൾട്ടർനേറ്റർ പതുക്കെ ഇങ്ങോട്ട് തിക്കി കൊടുത്തു.
കണ്ട തിക്കി കൊടുക്കണത്, തിക്കി കൊടുത്തു. അപാകതകളുണ്ടാവും, വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തെ പ്രശ്നങ്ങളാണ്. അത് ചെയ്ത് തിക്കി കൊടുത്തു. തിക്കി കൊടുത്തതിന് ശേഷം ആൾട്ടർനേറ്റർ ബെൽറ്റുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുക ടൈറ്റ് ആണോ എന്ന്. ടൈറ്റ് ആണെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇനി ഞാൻ കാണിക്കുന്നില്ല, ഇനി ആൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ടൈറ്റ് ചെയ്യുന്ന പൊസിഷൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ AC ബെൽറ്റിൻ്റെയും ടൈറ്റ് ചെയ്യുന്ന പൊസിഷൻ. ആൾട്ടർനേറ്റർ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത് ഞാനിതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ആൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ എങ്ങനെയാണ് പരിപാടി എന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇടാം. അപ്പോൾ AC ബെൽറ്റ് മാറുന്നതും കൂടി ഞാൻ പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആൾട്ടർനേറ്റർ ബെൽറ്റ് ഇത് കൂടെ കൈയിട്ടിട്ട് സ്പാനർ വെച്ചിട്ട് ആൾട്ടർനേറ്റർ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ AC ബെൽറ്റും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൾട്ടർനേറ്റർ ബെൽറ്റും AC ബെൽറ്റും തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആൾട്ടർനേറ്റർ ബെൽറ്റും AC ബെൽറ്റും എങ്ങനെ മാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് ആൾട്ടർനേറ്റർ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ടൈറ്റ് ചെയ്യുക, അതായത് പുതിയ ബെൽറ്റല്ല, പഴയ ബെൽറ്റ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഈ സാധനത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഇത് അടുക്കും തോറും ലൂസായി വരും, ഇങ്ങോട്ട് ടൈറ്റ് ആക്കി തോറും ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് അകലും തോറും ടൈറ്റായി. അതുപോലെ നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ കഴിഞ്ഞു. നെക്സ്റ്റ് AC ബെൽറ്റ് നമുക്ക് അതുപോലെ തന്നെ ഒന്നും കൂടി ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ലോഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കുറച്ച് ലോഡ് ചെയ്യുക, ലിവറേജ് ഇട്ടിട്ട് ഒന്നും കൂടി ലോഡ് ചെയ്യുക. എന്താ വെച്ചാൽ പുതിയ ബെൽറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോഡ് ചെയ്തിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. സാധനത്തിന് വേണ്ട സ്പാനറുകൾ എന്ന് പറയുന്നത് 12 സൈസിലുള്ള സ്പാനറാണ്. അത് ഡബിൾ എൻഡ് പറ്റില്ല, റിങ് അല്ലെങ്കിൽ കോമ്പിനേഷൻ. ഏറ്റവും സൗകര്യപ്രദമായിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ കോമ്പിനേഷൻ സ്പാനർ തന്നെ വേണം. അപ്പോൾ ആൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ അത് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ AC ബെൽറ്റ് ടൈറ്റ് ചെയ്യാണ്. AC കംപ്രസറിൻ്റെ 12 ബോൾട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ആൾട്ടർനേറ്റർ ബെൽറ്റും AC ബെൽറ്റും നമുക്ക് മാറുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും ഈ സാധനം ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. തെറ്റും കുറ്റങ്ങളും അപാകതകളും ഉണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരിക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് കാണുന്നവരെന്നല്ല, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി കിട്ടിയോളെ, നമുക്ക് പിന്നെ കാണാം കേട്ടോ.